ആഫ്രിക്കാർ എല്ലാവരും എന്നെ വിട്ടു പോയിക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമോഗനേസും ആ കൂട്ടത്തിലുള്ളവരാകുന്നു. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവനെന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. എഫെസോസിൽ എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. മതി, താങ്ക് യു. ഈ 15 മുതൽ 18 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങളിൽ പൗലോസിന്റെ സ്നേഹിതന്മാരെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. പൗലോസിന്റെ സ്നേഹിതന്മാരെ പറ്റി പറയുന്ന ചില പ്രസ്താവനകളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ താൻ പറയുകയാണ്, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പോയിക്കളഞ്ഞുവെന്ന് നീ അറിയുന്നുവല്ലോ. ആസ്യയിലുള്ള പല ക്രിസ്തീയ നേതാക്കന്മാരും റോമിൽ ചെന്ന് തനിക്ക് അനുകൂലമായിട്ടുള്ള സാക്ഷി പറയുവാൻ പൗലോസ് പലരെയും ക്ഷണിപ്പാനിടയായി. എന്നാൽ പ്രാണഭയത്തിലായിരുന്നത് കൊണ്ട് പലരും കടന്നു ചെല്ലുവാനായിട്ടിടയായില്ല. ഫുഗലേസും ഹെർമഗനേസും അവരിൽ പ്രധാനികളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ ഭാഗത്തല്ലാതെ വേറെ എങ്ങും ഈ പേരുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ആവശ്യത്തിൽ നമ്മളെ സഹായിക്കുന്നവനാണ് ആര്? യഥാർത്ഥ സ്നേഹിതൻ. റോമൻ കാരാഗൃഹ അവസരത്തിൽ ഈ പേർ പറയപ്പെട്ടതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവർ പ്രാണഭയത്തിലായത് നിമിത്തം പൗലോസിന് അനുകൂലമായിട്ട് സാക്ഷി പറയുവാനായിട്ട് അവര് ചെന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വളരെ നേർന്ന ഹൃദയത്തോടെ ആണ് പൗലോസ് ഈ ഭാഗം ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ടവർ ആവശ്യത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ സഹായം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നാം സഹായിക്കേണ്ടത് ആവശ്യമാണ്. ഏത് വിഷയവുമായിക്കൊള്ളട്ടെ. അല്ലാതെ ആവശ്യത്തിലിരിക്കുന്ന സമയത്ത് സഹായിക്കാത്ത ഒരു വ്യക്തി യഥാർത്ഥ സ്നേഹിതനാണെന്ന് പറയുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ട് നമ്മുടെ കഷ്ടതയുടെ വേളയിൽ, നമ്മുടെ പ്രയാസത്തിന്റെ വേളയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏതാ? മറ്റുള്ളവരുടെ സാന്നിധ്യം. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അത് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നവരാണ്. നമ്മുടെ കൂട്ടുവിശ്വാസികളൊന്ന് കടന്നു വന്നിരുന്നെങ്കിൽ, നമ്മുടെ ബന്ധുക്കളായ ചിലർ കടന്നു വന്നിരുന്നെങ്കിൽ, നമ്മുടെ ദൈവദാസനൊന്ന് കടന്നു വന്നിരുന്നെങ്കിൽ, അല്ലേ എന്ന് നമ്മളെല്ലാവരും പലപ്പോഴും കഷ്ടതയുടെ മധ്യത്തിൽ ചിന്തിക്കുന്നവരാണ്. അതൊരു മാനുഷികമായ പ്രകൃതമാണ്. എന്നാൽ ഈ ഒരു ഭാഗം നാം ചിന്തിക്കുമ്പോൾ തന്നെ പൗലോസ് മറ്റുള്ളവരുടെ സാന്നിധ്യം വളരെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പലരും തന്നെ കൈവിടാനിടയാണ്.
ആരും തന്നോട് കരുണ കാണിച്ചില്ല, കടന്നു ചെന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ലീഡർ, ഒരു നേതാവ് പലപ്പോഴും ഏകാന്തത അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു നേതാവ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലോക നേതാക്കളെ സംബന്ധിച്ച് നാം ശ്രദ്ധിച്ചാൽ തന്നെ അവരൊക്കെയും പലവിധമാകുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ പലവിധമാകുന്ന വിഷയങ്ങളിൽ അവരെല്ലാവരും ആരാണെന്നറിയാമോ? ഏകാന്തത അനുഭവിച്ചവരാണ്. പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ ബദ്ധനായി കിടക്കുകയാണ്. ഇനിയും അവിടെ നിന്ന് തിരിച്ചു വരാമെന്നുള്ളതായ ഒരു പ്രതീക്ഷ തനിക്കില്ല. വാസ്തവത്തിൽ മരണത്തെ കാത്തുകൊണ്ടാണ് ഈ പ്രാവശ്യം പൗലോസ് കാരാഗൃഹത്തിൽ ആയിരിക്കുന്നത്. അപ്പോൾ ഏതൊരു മനുഷ്യനും, പൗലോസ് മാത്രമല്ല, ഏതൊരു മനുഷ്യനും ഇങ്ങനെയുള്ളതായിരിക്കുന്ന അവസരങ്ങളിൽ മറ്റുള്ള പ്രിയപ്പെട്ടവരുടെ, സ്നേഹിതരുടെ സാന്നിധ്യം പലപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങനെ ലഭിക്കാതെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദന, ആ ഒരു പ്രയാസം, അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത നിലയിലുള്ളതായ കാര്യങ്ങളാണ്. 16ഉം 17ഉം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരോസിന്റെ കുടുംബത്തിൽ കർത്താവ് കരുണ നൽകുമാറാകട്ടെ എന്ന് അവിടെ കാണുവാൻ കഴിയും. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തെരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു എന്ന് ഒനേസിഫോരോസിനെ കുറിച്ച് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഈ പറയുന്നതായിരിക്കുന്ന വ്യക്തി പൗലോസിനെ തണുപ്പിച്ചവനാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നതായിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ്? അവന്റെ കുടുംബത്തിന് ദൈവം കരുണ നൽകുമാറാകട്ടെ എന്നാണ്. ഒനേസിഫോരോസ് എന്ന് പറഞ്ഞതായ പേരിന്റെ അർത്ഥം ലാഭമുണ്ടാക്കുന്നവൻ അല്ലെങ്കിൽ പ്രയോജനമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ പേരിന്റെ അർത്ഥം പോലെ തന്നെ പൗലോസിനോടുള്ള ബന്ധത്തിൽ ഒനേസിഫോരോസ് വളരെ സഹായം ചെയ്തുവെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒനേസിഫോരോസ് റോമിൽ എത്തിയ ഉടനെ പൗലോസിനെ എന്ത് ചെയ്തു? താല്പര്യപൂർവം അന്വേഷിച്ചതായിട്ടാണ് ഇവിടെ സാധിക്കുന്നത്. വേദപണ്ഡിതന്മാര് ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അതായത് പൗലോസിനെ താല്പര്യത്തോടെ ഒനേസിഫോരോസ് റോമിൽ ചെന്ന ഉടനെ അന്വേഷിച്ചു എന്ന് പറയുന്നതിന് ചില പ്രത്യേക കാരണങ്ങൾ അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാരണം, ഒനേസിഫോരോസ് പൗലോസിനെ വളരെ താല്പര്യത്തോടെ റോമിൽ എത്തിയ ഉടനെ അന്വേഷിച്ചു എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാരണം, ആദ്യമായിട്ടാണ് ഒനേസിഫോരോസ് എവിടെ ചെന്നത്? റോമിൽ ചെന്നത്. അതുകൊണ്ട് സ്ഥലങ്ങളോ വഴിയോ ഒന്നും തനിക്ക് പരിചയമില്ല. അതുകൊണ്ടായിരിക്കാം ഒനേസിഫോരോസ് താല്പര്യത്തോടെ ആരെ അന്വേഷിച്ചത്? പൗലോസിനെ അന്വേഷിക്കുന്നത്. പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുക. മറ്റൊരു കാരണം പറയുന്നത്,
ഈ ഒനേസിഫോരസ് റോമിൽ ചെന്നതായിരിക്കുന്ന അവസരത്തിൽ റോമാ നഗരത്തിന്റെ ഒരു ഭാഗം തീയാൽ നശിച്ചിരുന്നതായ ഒരു സമയത്താണ്. ആ സംഭവം വളരെ പ്രശ്നങ്ങൾ ഉളവാക്കിയതായ ഒരു സംഭവമാണ്. അതുകൊണ്ടായിരിക്കാം പൗലോസിനെ അദ്ദേഹം അന്വേഷിപ്പാനായിട്ട് ഇടയായത്. മാത്രമല്ല, റോമിൽ പൗലോസിനെ അറിയുന്നതായിരിക്കുന്ന വിശ്വാസികൾ പോലും പൗലോസ് ഇപ്പോൾ എവിടെയാണ്, തന്റെ തടവ് സ്ഥാനം എവിടെയാണെന്ന് അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. അതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിച്ച് പൗലോസ് എവിടെയാണെന്ന് മനസ്സിലാക്കുവാൻ ഒനേസിഫോരസിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് പൗലോസിനെ താന് അന്വേഷിപ്പാനായിട്ട് ഇടയായത്. അതും മാത്രമല്ല, പൗലോസ് ഈ അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് റോമയിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾ പോലും ഇദ്ദേഹത്തെ പരിചയമില്ലാത്തത് കൊണ്ട് പൗലോസിനെ പറ്റി പറയുവാൻ അവർ മടിച്ചു. പൗലോസ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ പരിചയമില്ലാത്ത വിശ്വാസികൾ പോലും പൗലോസിനെ പറ്റി പറയുവാനായിട്ട് മടിച്ചു. അതുകൊണ്ടാണ് ഈ ഒനേസിഫോരസ് താല്പര്യത്തോടെ പൗലോസിനെ അന്വേഷിപ്പാൻ തക്കവണ്ണം ഇടയായി. അതിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചാൽ, ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. എഫേസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ എന്ന് തിമോഥെയോസിന് പൗലോസ് എഴുതി അറിയിക്കുകയാണ്. ആ ദിവസത്തിൽ കരുണ അവന് ലഭിക്കട്ടെ എന്നാണ് പൗലോസ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഈ ലോകത്തിൽ കരുണ കണ്ടെത്താൻ കഴിയാതെ ആ ദിവസത്തിൽ കരുണ കണ്ടെത്തത്തക്കവണ്ണം ഒനേസിഫോരസ് ഒരുപക്ഷെ ഇതിനിടയിൽ മരിച്ചു എന്നുള്ളതായ ഒരു ചിന്ത വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. പൗലോസും തിമോഥെയോസും ഒരു കാലത്ത് എഫേസോസ് സഭയോടുള്ള ബന്ധത്തിൽ എഫേസോസിലായിരുന്നപ്പോൾ ഒനേസിഫോരസ് വളരെ നല്ല സേവനം പൗലോസിന് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ പൗലോസ് തിമോഥെയോസിനെ ഓർപ്പിക്കുകയാണ്. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞ് തിമോഥെയോസിനെ ഈ കാര്യം ഓർപ്പിച്ചെന്നറിയാമോ? തിമോഥെയോസും ഇതുപോലെ വിശ്വസ്തനും ധൈര്യം കാണിക്കുന്നവനുമായിരിക്കണം എന്നാണ് ഈ ആശയത്തിൽ നിന്ന് ഉടലെടുക്കുന്നതായ ചിന്ത. അപ്പോൾ ഒനേസിഫോരസ് പൗലോസിനെ തണുപ്പിച്ചു, പൗലോസിനെ താല്പര്യത്തോടെ അന്വേഷിച്ചു. താനും മരണത്തെ ഭയമില്ലാതെ പൗലോസിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച കാര്യവും നേരത്തെ എഫേസോസിലായിരുന്നപ്പോൾ പൗലോസിന് ഒനേസിഫോരസ് ചെയ്തതായിരിക്കുന്ന സേവനങ്ങളെ കുറിച്ചെല്ലാം ഇവിടെ എഴുതി തിമോഥെയോസിനെ താൻ ഓർപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? തിമോഥെയോസും ഇതുപോലെ ശുശ്രൂഷയിൽ വിശ്വസ്തനായിരിക്കുകയും ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് തിമോഥെയോസിനെ ഇതിൽ കൂടെ പൗലോസ് ഓർപ്പിച്ച് ഉണർത്തുവാനാണ് ഈ കാര്യങ്ങൾ അവിടെ എഴുതുവാനായിട്ടിടയായത്. അങ്ങനെ പറഞ്ഞ് ഈ 1-ാം അധ്യായം ഇവിടെ
അവസാനിക്കുകയാണ്. ഇനി 2-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ അവസാന വാക്യം വരെ, അഥവാ 26-ാം വാക്യം വരെ പൊതുവായിട്ടുള്ള ചിന്ത അച്ചടക്ക നടപടിയെക്കുറിച്ചാണ്. ഒരു ശുശ്രൂഷകന് ആവശ്യമായിരിക്കുന്ന അച്ചടക്ക നടപടിയെ സംബന്ധിച്ചാണ് ഈ 1 മുതൽ 26 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, ഒരു ശുശ്രൂഷകന് തന്നോട് തന്നെ ഉള്ളതായ കടപ്പാടുകൾ എന്താണ് എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒരു ശുശ്രൂഷകന് തന്നോട് തന്നെ എന്തുണ്ടായിരിക്കണം? കടപ്പാടുണ്ടായിരിക്കണം. അതെന്തൊക്കെയാണെന്ന് പൗലോസ് ഇവിടെ തിമോഥെയോസിന് എഴുതി അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഒരു ശുശ്രൂഷകനോടുള്ള ബന്ധത്തിൽ തന്നോട് തന്നെ തനിക്ക് എത്ര കടപ്പാടുകൾ ഉണ്ടായിരിക്കണമെന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. ശ്രദ്ധിച്ചാട്ട് 1-2 വാക്യങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ മകനെ, ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക എന്നാണ് 1-2 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തിമോഥെയോസിനെ പൗലോസ് ഇവിടെ സംബോധന ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാ സംബോധന ചെയ്തിരിക്കുന്നത്? എന്റെ മകനെ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അത്രമാത്രം വാത്സല്യത്തോടെ എന്റെ മകനെ എന്ന് തിമോഥെയോസിനെ ഈ അവസരത്തിൽ പൗലോസ് വിളിക്കാനും അഥവാ സംബോധന ചെയ്യുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? അനേകരും തന്നെ വിട്ട് പോകുവാനായിട്ടിടയായി. പലരും തന്റെ അടുക്കൽ വരുമെന്നും അവരൊക്കെ തനിക്ക് അനുകൂലമായി നിൽക്കുമെന്നും സാക്ഷ്യം പറയുമെന്നൊക്കെ പൗലോസിന്റെ ഹൃദയത്തിൽ ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചവരാരും ആ കാരാഗ്രഹത്തിൽ പൗലോസിനെ കാണാൻ പോലും ചെന്നില്ല. എന്താ ചെല്ലാഞ്ഞത്? പൗലോസിനെ കാണുവാനായിട്ട് ചെല്ലുന്നവർക്ക് പോലും ചിലപ്പോൾ മരണശിക്ഷ കിട്ടിയെന്ന് വരും. അത് ഭയന്നാണ് പൗലോസ് പ്രതീക്ഷിച്ചിരുന്ന പലരും പൗലോസിന്റെ അടുക്കൽ കടന്നു വരാതെ പോയത്. ആ സമയത്ത്, ആരും സഹായിപ്പാനില്ലാത്ത സമയത്ത് ആ തിമോഥെയോസിനെ ഓർത്തപ്പോൾ പൗലോസ് തിമോഥെയോസിനെ സംബോധന ചെയ്തത് എന്താണ്? എന്റെ മകനെ എന്നാണ് സംബോധന ചെയ്യുവാനായിട്ടിടയായത്. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. ഉണ്ടോ? ഒരു സീനിയർ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഒരു ജൂനിയർ ആയിരിക്കുന്ന ചെറുപ്പക്കാരനായിരിക്കുന്ന തിമോഥെയോസിനോട് പറയുകയാണ്, എന്ത് ചെയ്യണം? കൃപയാൽ നീ ശക്തിപ്പെടണം. സകലകാലത്തിന് മുൻപേ ക്രിസ്തുവിൽ നൽകിയ ഒന്നാണ് ഏത്? കൃപ. കർത്താവിന്റെ കൃപ. ഈ കൃപ വളരാനും ശക്തിപ്പെടുവാനും ആരോഗ്യം പ്രാപിപ്പാനും നമ്മളെ
സഹായിക്കും. ദൈവത്തിന്റെ കൃപയ്ക്കാണ് ഇവിടെ താൻ പ്രാധാന്യം കൊടുത്ത് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. തിമോത്തിയോസിന് കൃപയാൽ ശക്തിപ്പെടുക എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മോടും ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് ദൈവകൃപയാൽ നമ്മളും എന്ത് ചെയ്യണം? ശക്തിപ്പെടുന്നവരായിരിക്കും. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം ആരോഗ്യം കൊണ്ടോ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല കേട്ടോ. എന്നാൽ അവിടെയെല്ലാം നമുക്ക് എന്ത് വേണം? ദൈവത്തിന്റെ കൃപ വേണം. അതുകൊണ്ടാണ് പൗലോസ് വളരെ കാര്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ കൃപയാൽ നീ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുവാൻ ആ തിമോത്തിയോസിനെ പറഞ്ഞ് പൗലോസ് ഉത്സാഹിപ്പിക്കുകയാണ്. കൃപ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ദൈവകൃപ എന്തൊക്കെ ചെയ്യുന്നു? കൃപയെപ്പറ്റി ചില കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങളത് നോട്ട് ചെയ്യണം, വാക്യങ്ങള് കുറിച്ചെടുക്കണം. കാരണം നമുക്കെല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ദൈവകൃപ. ദൈവകൃപ. ഒന്ന്, ദൈവകൃപ നമ്മെ രക്ഷിക്കുന്നു. ദൈവകൃപ നമ്മെ രക്ഷിക്കുന്നു. നോട്ട് ചെയ്ത് എഴുതിയെടുത്തോണേ. എഫെസ്യർ ലേഖനം 2:8-9. എഫെസ്യർ 2:8-9. രണ്ട്, കൃപ സുബോധത്തോടും നീതിയോടും കൂടെ നമ്മെ ജീവിപ്പിക്കും. നമ്മെ ശിക്ഷിച്ച് വളർത്തുകയും ചെയ്യും. സുബോധത്തോടും നീതിയോടും കൂടെ നമ്മെ ജീവിപ്പിക്കുകയും ശിക്ഷിച്ചു വളർത്തുകയും ചെയ്യുന്നു. അങ്ങനെ എഴുതി. തീത്തോസ് 2:13. തീത്തോസ് 2:13. 3, ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിപ്പാൻ കൃപ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിപ്പാൻ കൃപ നമ്മെ പഠിപ്പിക്കുന്നു. തീത്തോസ് 2:12. തീത്തോസ് 2:12. 4, കൃപയാൽ കൃപാസനത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നു. കൃപയാൽ കൃപാസനത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നു. റോമർ 5:2. അടുത്തത്, പരീക്ഷ സഹിക്കുവാനുള്ള ബലവും കഷ്ടതയിൽ ധൈര്യവും നൽകുന്നു.
പരീക്ഷ സഹിക്കുവാനുള്ള ബലവും കഷ്ടതയിൽ ധൈര്യവും നൽകുന്നു കൃപ. 2 കൊരിന്ത്യർ 12:9. 2 കൊരിന്ത്യർ 12:9. ജീവിതത്തിൽ പരീക്ഷ ഉണ്ടാകുമ്പോൾ, കഷ്ടത ഉണ്ടാകുമ്പോൾ നമുക്ക് ബലവും ധൈര്യവും തരുന്നത് എന്താണ്? കൃപയാകട്ടോ. അതുകൊണ്ടാണ് പൗലോസിനോട് കർത്താവ് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയാനിടയായത്. അതുകൊണ്ടാണ്. അടുത്തത്, ഹൃദയത്തിൽ കർത്താവിന് പാടുവാൻ കഴിവ് നൽകുന്നു. ഹൃദയത്തിൽ കർത്താവിന് പാടുവാൻ കഴിവ് നൽകുന്നു. കൊലോസ്യർ 3:16. കൃപയെപ്പറ്റി ഒരു പ്രസംഗമൊക്കെ ചെയ്യാൻ നല്ലതാകട്ടോ ഈ വാക്യങ്ങൾ, ഈ ആശയങ്ങൾ. ഹൃദയത്തിൽ കർത്താവിന് പാടുവാൻ കഴിവ് നൽകുന്നു. കൊലോസ്യർ 3:16. അടുത്തത്, മറ്റുള്ളവരെ വചനം പഠിപ്പിക്കുവാൻ കഴിവ് നൽകുന്നു. മറ്റുള്ളവരെ വചനം പഠിപ്പിക്കുവാൻ കഴിവ് നൽകുന്നു. 2 തിമോഥെയോസ് 2:2. അടുത്തത്, നന്ദിയുള്ളവരായി ദൈവത്തെ സ്നേഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നന്ദിയുള്ളവരായി ദൈവത്തെ സ്നേഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നു കൃപ. എബ്രായർ 12:28. അടുത്തത്, ദൈവകാര്യത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നു. എല്ലാം കൃപ നമുക്ക് ചെയ്യുന്ന സഹായങ്ങളാകട്ടോ. ദൈവകാര്യത്തിൽ വളരുവാൻ കൃപ നമ്മെ സഹായിക്കുന്നു. 2 പത്രോസ് 3:18. ഒന്നുകൂടെ, വിജയകരമായി ജീവിക്കുവാനും ജീവനിൽ വാഴുവാനും നമ്മെ സഹായിക്കുന്നു. വിജയകരമായി ജീവിക്കുവാനും ജീവനിൽ വാഴുവാനും നമ്മെ കൃപ സഹായിക്കുന്നു. റോമർ 5:20-21. അപ്പൊ ആ വാക്യം മറക്കരുത്. എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അടുത്തത്, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്ക. വളരെ ആശയസമ്പുഷ്ടമായ ഒരു വേദഭാഗമാണ്. എന്താണ് അതിന്റെ അർത്ഥം?
കൃപയാൽ ശക്തിപ്പെടുവാനുള്ളതായ ഒരു മാർഗം എന്താണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഓർമ്മയിൽ വെച്ചിരിക്കുന്നതുമായ സത്യവചനങ്ങൾ വിശ്വസ്തരായ മറ്റുള്ളവരെ നീ എന്ത് ചെയ്യണം? ഭരമേൽപ്പിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ഒരു നല്ല അധ്യാപകനായിരിക്കണം എന്നാണ്. പൗലോസിൽ നിന്ന് പഠിച്ചതും പൗലോസ് പഠിപ്പിച്ചതുമായ അനേക കാര്യങ്ങൾ തിമോത്തിയോസിന്റെ ഹൃദയത്തിനകത്തുണ്ട്. അഥവാ തിമോത്തിയോസിന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. ആ വചനം നീ എന്ത് ചെയ്യണം? വിശ്വസ്തരായ മറ്റുള്ളവരെ അത് പരമേൽപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നീ ഒരു അധ്യാപകന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ പൗലോസിൽ നിന്ന് കേട്ടതായ സത്യവചനം നീ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം, അവരെ പഠിപ്പിക്കണം. നീ ഒരു നല്ല അധ്യാപകനായി തീരണമെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. ശ്രദ്ധിച്ചാട്ടെ, പൗലോസ് തിമോത്തിയോസിനെ പഠിപ്പിച്ചു അല്ലേ? ആ പഠിപ്പിച്ച കാര്യം തിമോത്തിയോസ് എന്ത് ചെയ്യണം? മറ്റുള്ളവരെ പഠിപ്പിക്കണം. അങ്ങനെ പഠിക്കുന്നവരെന്ത് ചെയ്യണം? വേറെ ചിലരെ അവര് പഠിപ്പിക്കണം. ഇവിടെ അധ്യാപക പരിശീലനത്തിന്റെ അന്തമില്ലാതെയുള്ളതായ ഒരു ശൃംഖല തന്നെ ഉണ്ടാകണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ പൗലോസിൽ നിന്ന് തിമോത്തിയോസ് കേട്ടു. തിമോത്തിയോസ് കേട്ടതായ കാര്യം വിശ്വസ്തരായ ചില മനുഷ്യരെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അങ്ങനെ തിമോത്തിയോസിൽ നിന്ന് പഠിച്ചവർ മറ്റു പലരെയും അവര് പഠിപ്പിക്കണം. അവിടെ ഒരു 4 തലമുറകളുടെ ഒരു പട്ടികയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ? ഒന്ന് പൗലോസ്, അടുത്തത് തിമോത്തിയോസ്, അടുത്തത് തിമോത്തിയോസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ തിമോത്തിയോസിൽ നിന്ന് കേൾക്കുന്നവർ, ആ കേട്ടവർ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ ഒരു 4 തലമുറയുടെ കാലങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏത് കാലഘട്ടത്തിലും ദൈവവചനം പഠിപ്പിക്കുന്ന അധ്യാപകർ ആവശ്യമാണ്. ദൈവവചനം പഠിപ്പിക്കുന്ന സമർത്ഥന്മാരായ അധ്യാപകർ ഏതു കാലത്തും ദൈവസഭയ്ക്ക് ആവശ്യമാണ്. ആ ഒരു ചിന്തയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുൻപാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ആ കളി എവിടെ ആരംഭിച്ചതെന്നറിയാമോ? ഗ്രീസിലെ ഏതൻസിലാണ് ആരംഭിച്ചത്. ഒളിമ്പിക്കിന്റെ ആരംഭം അവിടെയാണ്. ഗ്രീസിലുള്ളതായ ഒരു പട്ടണത്തിന്റെ പേരാണ് എലീസീൻ എന്ന് പറയുന്ന ഒരു പട്ടണം. എലീസീൻ. ആ പട്ടണത്തിൽ ഈ കളി ആരംഭിക്കുന്നതിന് മുൻപ് ഒരു പന്തം കത്തിക്കും. ഈ പറഞ്ഞ പട്ടണത്തിലല്ല ശരിക്കും ഒളിമ്പിക് കളി നടക്കുന്നത്. അത് മറ്റൊരു സ്റ്റേഡിയത്തിലാണ്. അവിടുന്ന് ദൂരമുള്ള മറ്റൊരു സ്റ്റേഡിയത്തിലാണ്
ആ ഒളിമ്പിക് കളി നടക്കുന്നത്. പക്ഷേ ആ സ്റ്റേഡിയത്തിൽ നിന്നും വളരെ അകലെയുള്ളതായ എലീസീൻ എന്ന് പറയുന്നതായ പട്ടണത്തിൽ ഒരു പന്തം കത്തിച്ചാൽ ആ കത്തിച്ച പന്തവുമായിട്ട് ഒരോട്ടക്കാരൻ എന്ത് ചെയ്യും? കുറെ ദൂരെ ഓടുവാനിടയാണ്. എങ്ങോട്ടാ ഓടുന്നേ? ഈ ഒളിമ്പിക് കളി നടക്കുന്നതായ സ്റ്റേഡിയത്തെ ലക്ഷ്യമാക്കിയാ ഓടുന്നേ. അപ്പം ഈ കത്തിച്ച പന്തവുമായിട്ട് കുറെ ദൂരം ഒരു ഓട്ടക്കാരൻ ഓടിയ ശേഷം വേറൊരു ഓട്ടക്കാരൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാത്തു നിൽക്കുക. ഇവന് ഈ പന്തവും കൊണ്ട് വരുന്നത് കാത്തു. ഈ കൊണ്ടുവന്നതായ പന്തം അവിടെ കാത്തു നിന്നതായ ഓട്ടക്കാരൻ കയ്യിൽ വാങ്ങിച്ചിട്ട് അവൻ വീണ്ടും ഓടും. നമ്മുടെ സ്കൂളിലൊക്കെ റിലേ അല്ലേ എന്ന് പറയുന്ന ഒരു സ്പോർട്സിന്റെ ഐറ്റം ഉണ്ടല്ലോ. അതാ ഇവിടെ സൂചിപ്പിക്കുന്നതാ. അങ്ങനെ കാത്തു നിന്ന ഓട്ടക്കാരൻ ഈ പന്തവുമായിട്ട് കുറെ ദൂരം ഓടും. അപ്പൊ അവൻ ചെല്ലുന്നത് കാത്തു വേറൊരു ഓട്ടക്കാരൻ ഈ വഴി നിൽക്കുക. ആ പന്തം അവനിൽ നിന്ന് വാങ്ങിച്ച ശേഷം കാത്തു നിന്ന മൂന്നാമത്തെ ഓട്ടക്കാരൻ ഇതും കൊണ്ട് ഓടും, കത്തിച്ച പന്തവുമായി ഓടുക. അങ്ങനെ ആ ഓട്ടക്കാരൻ കുറെ ദൂരം ഓടും. വീണ്ടും മറ്റൊരു ഓട്ടക്കാരൻ മറ്റൊരു സ്ഥലത്ത് കാത്തു നിൽക്കുക. ഈ പന്തം അവന് കൈമാറും. അവനത് വാങ്ങിച്ചുകൊണ്ട് ഓടും. അങ്ങനെ പല വ്യക്തികളിൽ കൂടെ കൈമാറി അവസാനം ഈ പന്തം എവിടെയെത്തും? ഒളിമ്പിക് കളി നടക്കുന്നതായ സ്റ്റേഡിയത്തിലെത്തും. അങ്ങനെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ കളി നടക്കുന്ന സ്റ്റേഡിയത്തിൽ വെച്ചിരിക്കുന്ന ഒരു പന്തമുണ്ട്, കത്തിക്കാത്തൊരു പന്തമുണ്ട്. ആ പന്തത്തിൽ കൊണ്ടുപോയി ഈ കത്തിച്ച പന്തം ആ തീ അവിടെ കൊളുത്തും. എന്നിട്ട് മാത്രമേ കളി ആരംഭിക്കുകയുള്ളൂ. ഒരുപക്ഷെ ആ ഒരു കാര്യം അറിയാവുന്ന പൗലോസാണ് ഈ വാക്യം ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? നീ എന്നോട് കേട്ടതെല്ലാം വിശ്വസ്തരായ മറ്റുള്ളവരെ നീ എന്ത് ചെയ്യണം? പരിമേൽപ്പിക്കണം. അവരെന്ത് ചെയ്യണം? അത് അനേകരിലേക്ക് കൈമാറുവാനായിട്ടിടയാകണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ ദീപം, ഈ പന്തം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവവചന സത്യങ്ങൾക്ക് നിഴലാണ്. ദൈവവചന സത്യങ്ങൾക്കത് നിഴലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മിൽ കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷത്തിന്റെ വെളിച്ചം, ഈ സത്യം നാം മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യണം? കൈമാറണം എന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഓട്ടക്കാർ ഓടിയതുപോലെ ആദ്യത്തെ ഓട്ടം ഓടിയത് ആരാണ്? പൗലോസ. പൗലോസ് ഈ പന്തവുമായിട്ട് ഓടി അത് തിമോത്തിയോസിന്റെ കയ്യിൽ കൈമാറി. തിമോത്തിയോസിന്റെ ഓട്ടം തികച്ച ശേഷം വിശ്വസ്തരായ മറ്റുള്ളവരിലേക്ക് അത് കൈമാറാനിടയായി. തുടർന്ന് ഏൽപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ഈ സുവിശേഷത്തിന്റെ വെളിച്ചം അവർ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്തു. അങ്ങനെയാണ് കൈമാറി വന്നതായിരിക്കുന്ന സുവിശേഷ ദീപമാകുന്ന ഈ പന്തം നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മെ
നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ദൈവം ഭാഗ്യം തന്നതാ പ്രിയപ്പെട്ടവരെ. ഈ ബൈബിള് കാണാത്ത എത്രയോ പേര് ലോകത്തിലുണ്ടെന്നറിയാമോ? ഈ സുവിശേഷത്തിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത എത്രയോ കോടി ജനങ്ങൾ ഈ ലോകത്തിലുണ്ടെന്നറിയാം. എന്നാൽ ഭാഗ്യവശാൽ കൈമാറി വന്നതായിരിക്കുന്ന ഈ ദൈവവചനത്തിന്റെ ദീപശിഖ നമ്മളിലേക്ക് പകരുവാനായിട്ട് ദൈവം ഇടയാക്കി. നമ്മുടെ മേൽ പകർന്നു ലഭിച്ചിരിക്കുന്ന ഈ സുവിശേഷ സത്യമാകുന്ന ദീപശിഖ നമ്മുടെ കയ്യിലിരുന്ന് കെട്ടുപോകാൻ ഇടയാകരുത് കേട്ടോ. ഈ സത്യവചനം നമ്മിൽ നിന്ന് അനേകരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നവരായിരിക്കും. അതുകൂടെ നമ്മുടെ ക്ലാസ്സിൽ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ദൈവവചനം പഠിച്ചു, എനിക്ക് കുറച്ചുകൂടെ അറിവ് കിട്ടി എന്നുള്ളതിൽ പ്രശംസിക്കുകയാകരുത്. നാം പഠിക്കുന്ന ഓരോ സത്യവചനവും അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നാം മുഖാന്തരം അനേകരിലേക്ക് അത് കൈമാറേണ്ടത് ആവശ്യമാണ്. അനേകർ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവരിലേക്ക് ഈ ദൈവവചനം നമ്മൾ കൈമാറും. ഒരുപക്ഷെ നമ്മുടെ അയൽപ്പക്കത്തുള്ളവരായിരിക്കാം, നമ്മുടെ സ്നേഹിതരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന കടയിലുള്ളവരായിരിക്കാം, അല്ല നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കാം എന്ന് വേണ്ട. ഈ ദീപശിഖ അനേകരിലേക്ക് അത് വെളിച്ചം പകർന്നു കൊടുത്ത് അവരും ഈ ദീപത്തിന്റെ വെളിച്ചം അറിയുവാൻ തക്കവണ്ണം നമ്മെ ദൈവം ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഞാനൊന്നുകൂടെ എടുത്തു പറയാം. നമ്മൾ അറിഞ്ഞ ഈ വചനം, നമ്മളിലേക്ക് കൈമാറി ലഭിച്ചിരിക്കുന്ന ഈ സത്യവചനത്തിന്റെ വെളിച്ചം നമ്മുടെ തലമുറകളിലേക്ക് നാം കൈമാറേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ലോക ജീവിതം കർത്താവ് വരാൻ താമസിച്ചാൽ ഈ ലോകത്തിൽ അസ്തമിച്ചെന്ന് വരും. എന്നാൽ തുടർന്ന് ഈ സത്യവചനത്തിന്റെ പടയാളികളായി തീരേണ്ടത് നമ്മുടെ തലമുറകളാണ്. ആ തലമുറകളിലേക്ക് നാം അനുഭവിച്ച സത്യവചനം നമ്മൾ എന്ത് ചെയ്യണം? കൈമാറുന്നവരായിരിക്കണം. അത് ചെയ്തില്ല എങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ കുറ്റക്കാരായി തീരും കേട്ടോ. നമ്മുടെ തലമുറ എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. നമുക്കറിയാം, മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്തതായിരിക്കുന്ന ഒരു ദാസനായിരുന്നു ആര്? യോശുവ, ഇല്ലേ? മോശയുടെ കാലശേഷം ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണ്? യോശുവയെ, അല്ലേ? ഉണ്ടോ? അടുത്ത ഒരു തലമുറയിലേക്ക് ദൈവം അത് കൈമാറി. ഏലിയാവിന്റെ കൂടെ നടന്ന ഒരു ഭൃത്യനായിരുന്നു, ശിഷ്യനായിരുന്നു ആര്? എലിശ. ഏലിയാവിന്റെ ഈ ലോക ജീവിതം കഴിഞ്ഞ ശേഷം ആ ശുശ്രൂഷ ദൈവം കൊടുത്ത ആർക്കാണ്? എലിശയ്ക്കല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ പൗലോസിന് സേവ ചെയ്ത തിമോത്തിയോസിന് അത് പൗലോസ് കൈമാറി. തിമോത്തിയോസ് അനേകരിലേക്ക് കൈമാറണമെന്ന് പറഞ്ഞ് ഈ ദൗത്യം തിമോത്തിയോസിനെ പൗലോസ് ഇവിടെ ഏൽപ്പിക്കുകയാണ്. ഞാൻ വളരെ ശാന്തമായിട്ടാണ് പറയുന്നതെങ്കിലും വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ കല്ലിൽ കുത്തിയതായ അക്ഷരം പോലെ അത് പതിഞ്ഞേ മതിയാകുള്ളൂ. അത് വളരെ ഗൗരവത്തോടെ ഈ ഭാഗം നമ്മൾ ഏറ്റെടുത്ത് അത് നിവൃത്തിപഥത്തിൽ വരുത്തേണ്ടത് ആവശ്യമാണെന്നുള്ള കാര്യം രാത്രി ഞാൻ പ്രത്യേകാൽ ഓർപ്പിച്ചുകൊള്ളുകയാണ്.
ഇന്നത്തെ സഭയുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കാതെ അനേകർ ഇന്ന് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവരിൽ പലരും പ്രശ്നക്കാരായി തീരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവർ ദൈവവചനം ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇതിന്റെ ആവശ്യം ഇന്നത്തെ ലോകത്തിൽ ഇതിന്റെ ആവശ്യം കരുത്തന്മാരായ ദൈവദാസന്മാരെയാണ് ആവശ്യമായി, ദൈവസഭയ്ക്ക് ആവശ്യമായി. അങ്ങനെ ശക്തന്മാരായ ദൈവദാസന്മാരെ സഭയ്ക്ക് ലഭിക്കണമെങ്കിൽ അവര് തീർച്ചയായും ദൈവത്തിന്റെ വചനം അവർ നന്നായി ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചിരിക്കണമെന്നുള്ളത് വളരെ ആഴമായ ഒരു സത്യമാണെന്ന് നാം മറന്നു പോകരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുക. 3 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ നാം ശ്രദ്ധിച്ചാൽ തിമോത്തിയോസിനെ പ്രോത്സാഹിപ്പിക്കുവാൻ 3 വിധ ഉദാഹരണങ്ങളിൽ കൂടെ പൗലോസ് തിമോത്തിയോസിനെ എഴുതി അറിയിക്കുകയാണ്. 3 മുതൽ 6 വരെ ഒന്ന് വായിക്കാമോ പ്ലീസ്? ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ലു കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. താങ്ക് യു. ഇവിടെ വായിച്ച വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ കരുതുകയാണ്. 3 വിധത്തിലുള്ളതായിരിക്കുന്ന 3 വ്യക്തികളെ അല്ലെങ്കിൽ 3 തുറകളിലുള്ളവരെ പൗലോസ് ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഒന്ന്, ഒരു പടയാളി. 2, മല്ലുകെട്ടുക അല്ലെങ്കിൽ കായിക അഭ്യാസി. അപ്പോൾ ഒന്നാമത് പടയാളി, രണ്ടാമത് കായിക അഭ്യാസം, 3 ഒരു കർഷകൻ. 3 വ്യക്തികളെ പൗലോസ് ഇവിടെ തിമോത്തിയോസിന് മുമ്പിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? തിമോത്തിയോസിനൊരു ഉത്സാഹം ലഭിക്കേണ്ടതിനാകട്ടോ. ഇവരിൽ കൂടെ എന്താണ് പഠിക്കേണ്ടത്? ഈ പറയപ്പെട്ട 3 വ്യക്തികളിൽ കൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിനുവേണ്ടി പൗലോസ് ഈ 3 പേരെ ഉദാഹരണമായിട്ട് ഇവിടെ എടുത്തിരിക്കുകയാണ്. ആരൊക്കെയാ? പടയാളി, 2 കായിക അഭ്യാസി, 3 കൃഷിക്കാരൻ അല്ലെങ്കിൽ കർഷകൻ. ചുരുക്കി പറഞ്ഞാൽ, ഓരോ വാക്കിൽ പറഞ്ഞാൽ ഈ 3 കൂട്ടരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ തിമോത്തിയോസ് മനസ്സിലാക്കണം, ഗ്രഹിക്കണം. 1, പടയാളിയിൽ കൂടെ സഹനം എന്താണെന്ന് അറിയണം. പടയാളിയിൽ കൂടെ സഹനം, സഹിക്കുന്ന കാര്യം. 2, കായിക അഭ്യാസിയിൽ കൂടെ ശിക്ഷണം എന്താണെന്ന് അറിയണം. ശിക്ഷണം. 3, കൃഷിക്കാരനിലൂടെ കഠിന അധ്വാനം എന്താണെന്ന് അറിയണം. അപ്പോൾ എന്തൊക്കെയാ? സഹനം, ശിക്ഷണം, കഠിനാധ്വാനം. ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പടയാളിയെ കുറിച്ചല്ലേ? പടയാളിയെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഒരു പടയാളി റോമാക്കാർക്കും അതുപോലെ ഗ്രീക്കുകാർക്കും സുപരിതമായിരിക്കുന്ന ഒരു ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ ഒരു പടയാളിയായും
അവന്റെ ജീവിതം ഒരു സമരമായും ചിത്രീകരിച്ചിട്ടുണ്ട് അവരുടെ ഇടയിൽ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒരു മനുഷ്യനെ പടയാളിയായും അവന്റെ ഈ ലോകത്തിലെ ജീവിതം ഒരു സമരമായും ഗ്രീക്കുകാരും റോമാക്കാരും ചിത്രീകരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ടതായിരിക്കുന്ന ഈ 3 ഉദാഹരണങ്ങളോട് കൂടിയ ചിത്രം ക്രിസ്ത്യാനികളായി വിശ്വാസികളായി ജീവിക്കുന്നവരോടും അതുപോലെ സഭയുടെ നേതാക്കന്മാരോടും ബന്ധിപ്പിച്ച് പൗലോസ് ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഈ പറയപ്പെട്ടതായ ആശയങ്ങൾ ആരോടൊക്കെയാ? എല്ലാ ക്രിസ്ത്യാനികളോടും സഭാ നേതാക്കന്മാരോടും ബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവിന്റെ ക്രൂശ് വഹിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഈ യുദ്ധത്തിൽ തിമോത്തിയോസ് ക്രിസ്തുവിന്റെ ഒരു ഉത്തമ പടയാളിയായിരിക്കണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അവൻ കഷ്ടതയും പീഡയൊക്കെ ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞാൽ അതെല്ലാം സഹിപ്പാൻ നീ മനസ്സുള്ളവനായിരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, ലോകീയ സാമ്രാജ്യങ്ങളിൽ വളരെ അഭ്യുന്നതി പ്രാപിച്ചതായ ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം, അല്ലേ? ആ റോമൻ പടയാളി എന്ന് പറയുന്നത് ആ സാമ്രാജ്യം ഭരിക്കുന്നതായ അതാത് ചക്രവർത്തിയുടെ സേവനത്തിൽ ഏത് കഷ്ടം സഹിക്കുവാനും ആ പടയാളി തയ്യാറായിരുന്നു. അത് നന്നായിട്ട് പൗലോസിന് അറിയാവുന്ന വിഷയമാണ്. മനസ്സിലായോ? റോമൻ സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ അതാത് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നതായ ചക്രവർത്തിയോട് റോമൻ സൈന്യത്തിൽ അത് സേവ ചെയ്യുന്ന ഓരോ പടയാളിയും ചക്രവർത്തിക്ക് വേണ്ടി ഏത് കഷ്ടവും സഹിക്കുവാൻ അവരാരായിരുന്നു? സന്നദ്ധരായിരുന്നു. ആ പശ്ചാത്തലം അറിയാവുന്ന പൗലോസാണ് ഈ ഭാഗം തിമോത്തിയോസിന് എഴുതുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നോടുകൂടെ നീ കഷ്ടം സഹിക്കണം. അതിന്റെ ശരിയായ പരിഭാഷ എന്ന് പറയുന്നത് സഹനത്തിൽ നീ പങ്കാളിയാകണമെന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒരു പടയാളിയെ പോലെ ഓരോ വിശ്വാസിയും ഒരളവ് വരെ കഷ്ടം സഹിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓരോ വിശ്വാസിയും പടയാളിയാണ് കേട്ടോ. ഓരോ ക്രിസ്ത്യാനിയും പടയാളികൾ തന്നെയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ലോകം, ജഡം, പിശാച് ഇവയ്ക്കെതിരെ നിന്ന് പോരാടണം. എഫേസ്യർ 6:10 മുതൽ 18 വരെ. അപ്പോൾ ഓരോ വിശ്വാസിയും ഓരോ ദൈവദാസനും ഓരോ ദൈവദാസിയും ഒരാരാണ്? കർത്താവിന്റെ പടയാളി. പടയാളിയുടെ ദൗത്യമാണ് പോരാടുക, യുദ്ധം ചെയ്യുക എന്നുള്ളത്.
യുദ്ധരംഗത്തായിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിലൊക്കെ പൗലോസ് ദുർദിവസങ്ങൾ വരുമെന്നറിഞ്ഞ് നിങ്ങൾ സാത്താനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ആയിരുന്ന ആ പശ്ചാത്തലത്തിൽ റോമൻ ഭരണകൂടത്തെയും റോമൻ ചക്രവർത്തിയെയും അവിടുത്തെ സൈന്യത്തെയും ഒക്കെ ഉദ്ദേശിച്ച് മനസ്സിലാക്കി അത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ അതിനെ ബന്ധിപ്പിച്ച് പൗലോസ് ഈ കാര്യങ്ങൾ ഇവിടെ എടുത്തെഴുതിയിരിക്കുകയാണ്. ഒരു യുദ്ധസമയത്ത് യുദ്ധം നടക്കുമ്പോൾ പടയാളി എന്ത് ചെയ്യണമെന്നറിയാമോ? സേനാ നായകനോട് ചേർന്ന് നിന്ന് അപകടത്തിന്റെ ആഴമായ അനുഭവങ്ങൾ അവനോടുകൂടെ പങ്കിടുന്ന ഒരു അനുഭവം ഓരോ പടയാളിക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ സേനാ നായകനോട് പടയാളി ചേർന്ന് നിന്നാൽ അവർ തമ്മിലുള്ളതായിരിക്കുന്ന കൂട്ടായ്മയ്ക്ക് ഒരു ബലമുണ്ടാകും. മാത്രമല്ല, ഈ പടയാളിയുടെ ധീരതയും അംഗീകാരവും അവിടെ വെളിപ്പെട്ടു വരുവാനായിട്ടിടയാണ്. സേനാനായകൻ അത് കാണും. നമ്മുടെ പ്രാണനാഥനായ കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രാണവേദനയുടെ നാഴികയിൽ തന്റെ ശിഷ്യന്മാരുടെ സാമീപ്യം ആഗ്രഹിച്ചില്ലേ? മത്തായി 26-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ അത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 ശിഷ്യന്മാരുമായിട്ട് മറ്റു ശിഷ്യന്മാരെ വിട്ട ശേഷം അവരുമായി മുൻപോട്ട് പോയി അവരെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതെ നിങ്ങൾ ഉണർന്നിട്ട് പ്രാർത്ഥിക്കും. അവിടെ നിന്ന് ഒരു കല്ലേറ് ദൂരം അപ്പുറം പോയി കർത്താവ് കവിണ്ണ് വീണ് വേദനയോടെ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന ഗെത്സമനയിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് പോലും തന്റെ വേദനയുടെ നിമിഷങ്ങളിൽ തന്റെ ശിഷ്യന്മാരുടെ സാമീപ്യം താന് ആഗ്രഹിച്ചു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടിന്റെ 4 മുതൽ നാം നോക്കിയാൽ, പടയേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു എന്ന് അവിടെ വായിപ്പാനായിട്ട് സാധിക്കും. അതായത് സൈനിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പടയാളി സാധാരണ ജനങ്ങളുടെ കാര്യത്തിൽ അവൻ ഇടപെടാറില്ല. ഉണ്ടോ? ഇല്ല. പട്ടാള ക്യാമ്പിനകത്ത് ആയിരിക്കുന്ന ഒരു പടയാളി സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടുകയോ ചെയ്യാറില്ല. അങ്ങനെ ഒരു കാര്യമില്ല. ആ പടയാളിയുടെ ആഗ്രഹം എന്നാണെന്നറിയാമോ? തന്നെ സൈന്യത്തിൽ ചേർത്തവനായിരിക്കുന്ന ആ നേതാവിനെ പ്രീതിപ്പെടുത്തുക, തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പടയേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായ ഏക ലക്ഷ്യമാണ് ഒരു പടയാളിയുടെ ലക്ഷ്യം. ഒരു കാര്യം കൂടെ ഓർക്കണം,
അവധിയിലിരിക്കുന്ന ഒരു പടയാളിയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല. ആണോ? അല്ല. സൈനിക വൃത്തിയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു പടയാളിയെ പോലെ തിമോത്തിയോസ് പൂർണ്ണ ഹൃദയത്തോടെ അവന്റെ കർത്തവ്യം നിർവഹിക്കണമെന്ന് പറഞ്ഞ് ആ തിമോത്തിയോസിനെ പൗലോസ് ഇവിടെ പ്രോത്സാഹിപ്പിക്കുക. ആ ഒരു പ്രോത്സാഹനം നമുക്കും ഉണ്ടെന്ന് മറക്കരുത് കേട്ടോ, ഒരിക്കലും മറക്കരുത്. ഒരു മിലിറ്ററിക്കാരൻ, ഒരു പടയാളി ഏതെങ്കിലും മറ്റൊരു ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു പടയാളി ആയിരിക്കുമ്പോൾ തന്നെ വാഴക്കൊല കച്ചവടമോ തുണിക്കച്ചവടമോ അല്ലെങ്കിൽ വേറൊരു കച്ചവടം നടത്തുന്നത് യുക്തമല്ല. കാരണം എന്താണെന്നറിയാമോ? അവന്റെ ശ്രദ്ധ മാറിപ്പോകും. മറ്റൊരു ബിസിനസ് ചെയ്താൽ ആ പടയാളിയുടെ ലക്ഷ്യം തെറ്റും. ആ ബിസിനസ്സിലായിരിക്കും അവന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെയായാൽ അവൻ തന്റെ സൈനിക വൃത്തിയിൽ, ജോലിയിൽ അശ്രദ്ധനായിത്തീരും. അതുകൊണ്ടാണ് ഈ വാക്യം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പടയേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു എന്ന് പൗലോസ് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം അതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പടയാളിയുടെ, ഒരു ആർമിയിലായിരിക്കുന്ന ഒരു ജവാന്റെ ഏക ലക്ഷ്യം എന്താണെന്നറിയാമോ? അവനെ സൈന്യത്തിൽ ചേർത്ത കമാൻഡറെ പ്രസാദിപ്പിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായോ? തിമോത്തിയോസിനെ പടയിൽ ചേർത്തത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കണം. നിന്റെ ശ്രദ്ധ മാറിപ്പോകരുത്. മറ്റൊരു കാര്യത്തിലേക്ക് നീ നീങ്ങിപ്പോകരുത്. കർത്താവിനെ മാത്രം നീ പ്രസാദിപ്പിക്കണം എന്നാണ് ഈ വാക്യം മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. ഈ വാക്യങ്ങളൊന്നും എടുത്തുകൊണ്ട് നല്ലതാണ് കേട്ടോ. 7:32 തൊട്ട് 34 വരെ. ഒരു പടയാളി ജീവനകാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ മറ്റ് ബിസിനസ്സുകളിലോ മറ്റ് കൂട്ടുകെട്ടുകളിലോ മുൻഗണന കൊടുക്കുന്നില്ല, അവയുമായി ബന്ധപ്പെടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവ് ശുശ്രൂഷയിലാക്കിയതായ ഒരു വ്യക്തി ലോകത്തിൽ ഒന്നും ചെയ്യരുതെന്നല്ല എന്റെ അർത്ഥം. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ദേവദാസൻ പ്രസംഗിച്ചത് കേട്ടു. ബൈബിൾ സ്കൂളിൽ നിന്ന് പഠനം കഴിഞ്ഞ് വന്ന ഒരു മോനോട് അമ്മ പറഞ്ഞു, മോനെ കറി വെക്കാൻ അല്പം മത്സ്യം വാങ്ങിച്ചുകൊണ്ട് വരാമോ എന്ന്. അവൻ പറഞ്ഞു, ഞാൻ ബൈബിൾ സ്കൂളിൽ നിന്ന് വന്നതാണ്, എന്നെ കൊണ്ട് ഇനി മാർക്കറ്റിൽ പോകാൻ ഒക്കത്തില്ല എന്ന് അവൻ പറഞ്ഞു. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പൗലോസ് സുവിശേഷം പ്രസംഗിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ തന്നെ താൻ കൂടാരപ്പണിയും കൂടെ ചെയ്തതായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. വില്യം കേറി എന്ന് പറയുന്നതായിരിക്കുന്ന ആ വലിയ ദൈവദാസൻ പ്രസംഗിക്കുകയും ആത്മാക്കളെ നേടുകയും ചെയ്തപ്പോൾ തന്നെ
ചെരുപ്പ് നന്നാക്കുന്ന പണിയും കൂടെ അദ്ദേഹം ചെയ്തിരുന്നു. എന്ന് വച്ചാൽ സുവിശേഷവേല ജോലികളാൽ, ലോക ജോലികളാൽ ഇല്ലാതെ പോകരുത് എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നാം സ്ഥാനം സുവിശേഷ വേലയ്ക്ക് കൊടുക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ശ്രദ്ധ മാറിപ്പോകരുത്. സുവിശേഷ വേലയ്ക്ക് മുൻഗണന കൊടുക്കണം. അതൊക്കെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വാഹനത്തിന്റെ ചക്രത്തിൽ അല്ലെങ്കിൽ അതിന്റെ ടയറിൽ എയർ വളരെ കുറവായി പോയാൽ നിലത്തോട് ആ ടയർ എന്ത് ചെയ്യും? പതിഞ്ഞിരിക്കുന്നത് കാണാം, അല്ലേ? എയർ കുറഞ്ഞു പോകട്ടെ, 4 വീലർ ആകട്ടെ, സൈക്കിൾ ആകട്ടെ, സ്കൂട്ടർ ആകട്ടെ, ബൈക്ക് ആകട്ടെ, ഏത് വാഹനമായിരുന്നാലും അതിന്റെ ചക്രങ്ങളിൽ അഥവാ അതിന്റെ ടയറിൽ എയർ കുറഞ്ഞു പോയാൽ അത് നിലവുമായിട്ട് വളരെ പതിഞ്ഞേ ഓടത്തുള്ളൂ. അങ്ങനെ ഓടുമ്പോൾ ചവിട്ടുഭാരം കൂടും. സൈക്കിൾ ആണെങ്കിൽ, അല്ലേ? സൈക്കിളിൽ ചവിട്ടിയാൽ മുമ്പോട്ട് നീങ്ങത്തില്ല. അത് തന്നെയല്ല, വേഗത കുറയും. എന്നാൽ അതിനാവശ്യമായ എയർ ടയറിനകത്തുണ്ടെങ്കിൽ നിലത്തോട് അത് പതിയാതെ ഇരിക്കും, അല്ലേ? സ്പീഡ് കൂടും. അതുപോലെ ജീവിതയാത്രയിലും ലൗകിക ബന്ധങ്ങൾ കുറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തിന് അത് സഹായമായി തീരുമെന്നുള്ളതായ ഒരു പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നാം ആരാണെന്നുള്ള ബോധ്യം, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ബോധ്യം, നമ്മളെ കർത്താവ് എന്ത് ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം ഒരിക്കലും നഷ്ടപ്പെടുവാനായിട്ടിടയാകരുത്. നമ്മെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ വചനത്തിന്റെ ശുശ്രൂഷകരായി നമ്മയാക്കിയ സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ നിന്ന് ആ കൃത്യം നിർവഹിക്കണമെന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോകവുമായി ചേർന്ന് പോകുന്ന ഒരു പ്രവണത നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. പൗലോസിന്റെ വളരെ ഗൗരവമായിരിക്കുന്ന ആ തിമോത്തിയോസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഭാഗങ്ങൾ നമുക്കെല്ലാവർക്കും അത് വളരെ ഉപകാരമായി തീരുമെന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ ആരാണെന്നുള്ള ബോധ്യം മറക്കരുത്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ബോധ്യം വിട്ടുകളയരുത്. നമ്മുടെ ലക്ഷ്യം ഒരിക്കലും തെറ്റിപ്പോകുവാനായിട്ടിടയാകരുത്. ആ വിഷയത്തിനെല്ലാം നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം മറക്കരുത് എന്നാണ് നമുക്ക് ഇന്ന് രാത്രി പഠിക്കുവാനായിട്ട് ഇടയാകുന്നത്. അടുത്തതായിട്ട് ക്രിസ്ത്യാനിയുടെ ഒരു ജീവിതം പടയാളിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ സാമ്യപ്പെടുത്തുന്ന പല കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഒരു പടയാളിയിൽ നിന്ന്, ഒരു സോൾജിയറിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്, അതാണ് നമ്മൾ തുടർന്ന് പഠിക്കുവാൻ പോകുന്ന വിഷയം. പക്ഷേ നമ്മുടെ ക്ലാസിന്റെ സമയം ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുന്നതിനാൽ ഞാൻ ആ ഭാഗത്തേക്ക്
നീങ്ങുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് പഠിച്ചതായ